ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ബിഗ് ബോസിലെ ചൂടേറിയ വിഷയമായിരുന്നു നെവിന്റെ വാക്കൌട്ട്. അനുവും ജിസേലും തമ്മിലാണ് പ്രശ്നം തുടങ്ങിയതെങ്കിലും അതിനെ പിടിച്ച് നെവിൻ ഒന്നുകിൽ അനു അല്ലെങ്കിൽ താൻ ഈ ഹൗസിൽ തുടരും എന്ന് നിർബന്ധം പിടിച്ചതിനെ തുടർന്നാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. ബിഗ് ബോസ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ നെവിനെ പ്രവോക്ക് ചെയ്ത് ആദിലയും നൂറയുടെ പ്രവോക്കിങ്ങിൽ വശംവദനായ നെവിൻ ഓടിപ്പോവുകയാണ് ചെയ്തത്. ശരിക്കും ഡോർ തുറക്കുന്നു, നെവിൻ ഓടിപ്പോവുകയാണ് ചെയ്തതല്ലേ. ഹൗസ് മേറ്റ്സിനിടയിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അക്ബറിന് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഷാനവാസ് ചേർന്ന് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ അനുമോളും ആദില നൂറ ഇവരൊക്കെ പ്രശ്നം വരുമ്പോൾ ഒരു ഗ്യാങ് ആയിട്ടാണ് നിൽക്കുന്നത്. നിവിന്റെ വാക്കൗട്ട് ഷാനവാസിന്റെ ഗ്രൂപ്പിനിടയിൽ വലിയൊരു സ്പ്ലിറ്റ് നടത്തിയിരിക്കുകയാണ്. അതായത് ഷാനവാസ് ഇതിന്റെ കാരണം അന്വേഷിക്കാനായിട്ട് ആദില നൂറയെ സമീപിക്കുകയുണ്ടായി. അപ്പൊ അവര് പറഞ്ഞത് നിവിൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം നിവിൻ പിരിക്കുമെന്ന്. അതായത് നിവിൻ തന്റെ നാട്ടിൽ തനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കപ്പിളിന്റെ റിലേഷൻഷിപ്പ് ഡിവോഴ്സ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളെയും ഞാൻ ഇതിനു മുൻപ് പിരിച്ചിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആദിലയും നൂറയും പോയിട്ടേ താൻ ഇവിടെ നിന്ന് പോകുള്ളൂ എന്നും നിവിൻ അവരെ വെല്ലുവിളിച്ചു എന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ അവർ പേഴ്സണലായിട്ട് എടുത്തു. എൻഡിൽ ഇവർ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഗെയിമാണ്, ഇത് നിങ്ങൾ ഗെയിമായിട്ട് എടുത്താൽ മതി, ഇപ്പൊ ഞങ്ങളുടെ ഗെയിം പ്രവോക്കിംഗ് ഗെയിമിൽ അവൻ വീണുപോയി, അങ്ങനെയാണ് അവൻ ഔട്ടായതെന്ന് ആദിലയും നൂറയും വാദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് അതൊരു ഗെയിമായിട്ട് അവർ അവസാനം പറഞ്ഞതാണ്. പക്ഷെ അവർക്ക് പേഴ്സണലി അവർ ഭയങ്കര ഹേർട്ടഡ് ആയിരുന്നു. ആണല്ലേ, അവർ ഒരുപാട് അനുഭവങ്ങളൊക്കെ അനുഭവിച്ചിട്ട് വന്നിട്ടുള്ള കുട്ടികളാണ്. ഒറ്റപ്പെടുത്തലുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഫാമിലിയുടെ സപ്പോർട്ടില്ല, സമൂഹത്തിന്റെ സപ്പോർട്ടില്ല, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു വന്ന കുറെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വാക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു TV ഷോയിൽ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ അവർ നോർമലി ട്രിഗർ ആകും. ഓരോ ആൾക്കാർ റിയാക്ട് ചെയ്യുന്ന ഓരോ രീതിയിലാണ്. ചില ആളുകൾ അപ്പോൾ തന്നെ റിയാക്ട് ചെയ്യും. ഇത് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അത് അവരുടെ സംസാരത്തിലും നെവിനോടുള്ള പെരുമാറ്റത്തിലൊക്കെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാവുന്നതാണ്. അപ്പൊ അത് അവസരം വന്നപ്പോൾ അവർ നന്നായിട്ട് പ്രയോഗിച്ചു എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത്. അതിൽ നെവിൻ വീണുപോയി. മറ്റ് ഹൗസ് മേറ്റ്സിനൊന്നും ഇത് അറിയില്ലായിരുന്നു. ഷാനവാസ് ഈ റീസൺ വന്നിട്ട് അഭിഷേകിനോട് പറയുന്നുണ്ട്. പക്ഷെ അഭിഷേകിന് ഇതൊരിക്കലും കൺവിൻസിങ് ആവുന്നില്ല. അത് അവൻ തമാശയ്ക്ക് പറഞ്ഞു. നെവിന്റെ ഗെയിം എന്ന് പറയുന്നത് പറയാനുള്ളതല്ല, ഒരു തമാശ രൂപേണ പറയും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നെവിൻ അത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഭിഷേകും നമ്മുടെ ഒനിയലൊന്നും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അവർ ഷാനവാസിനെ കുറ്റം പറയുന്നുണ്ട്. അതായത് ഷാനവാസ് ഒരു വല്യേട്ടൻ കളിക്കുകയാണ്, ആ വല്യേട്ടൻ കളി കുറെ ആയി, ഇനിയിപ്പോൾ ഈ ഗ്രൂപ്പ് സ്പ്ലിറ്റ് ചെയ്യാൻ സമയമായിരിക്കുകയാണെന്നും പറഞ്ഞു. ഒനിയൽ പറയുന്നുണ്ട് ഇപ്പോൾ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല, കുറച്ചും കൂടി ടൈം പോകാനുണ്ട്. അവരുടെ ആ ബോണ്ടിങ് ആണ് പറയുന്നത്, അവരുടെ ആ ഗ്യാങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. കാരണം അവർ ഒരുമിച്ച് നിന്നാണ് അക്ബറിനെയും ഗ്രൂപ്പിനെ എതിർക്കുന്നത്. അപ്പൊ അവർക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അവർ കുറച്ചുപേരെങ്കിലും ഒന്ന് ഒരു മെന്റൽ സപ്പോർട്ടിന് നിന്നാൽ മാത്രമേ അവർക്ക് മറ്റേ ഗ്രൂപ്പിനെ എതിർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഇവർ പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഷാനവാസ് ഈ കാര്യം വന്നിട്ട് അക്ബറിന്റെയും ഗ്രൂപ്പിനോടും പറയുന്നുണ്ട്. അവർ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ, അതായത് അക്ബറുണ്ട്, പാനിയുണ്ട്, ആര്യനുണ്ട്, ജിസേലുണ്ട്, റെനയുണ്ട്. അപ്പൊ ഇവര് കൂട്ടമായിട്ടിരിക്കുന്ന ഗ്യാങ്ങിനിടയിൽ ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട്. അവരും ആദില നൂറെ എതിർത്തുകൊണ്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഷാനവാസ് വന്നിട്ട് ഇവർ ഇതുകൊണ്ടാണ് അത് ചെയ്തതെന്ന് പറയുമ്പോൾ അക്ബറും അപ്പാനിയും ഒക്കെ പറയുന്നുണ്ട് അത് അവന്റെ പൊതുവെയുള്ള സ്വഭാവമാണ്. അവൻ എപ്പോഴും പറയാറുണ്ട് അവന് കപ്പിൾസിനെ ഇഷ്ടമല്ല, അവൻ വെറുതെ തമാശയ്ക്ക് അത് പറയുന്നതാണ് എന്ന് വെച്ചാൽ അത് സീരിയസ് ആയിട്ട് എടുക്കാമോ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നാൽ ഇവരുടെ ഇരട്ടത്താപ്പ് പൊളിയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇവർ മാത്രമായിട്ടിരിക്കും, അതായത് അക്ബറും ഗ്യാങ്ങും മാത്രമായിട്ടിരിക്കുമ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്. ഈ കപ്പിൾസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ റെനയുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി പറയുമ്പോൾ റെന തന്നെ പറയുന്നുണ്ട് അനു ഒരുപാട് തവണ പറഞ്ഞു എന്റെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം 3-4 തവണ അനു ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇവളെ എങ്ങനെ ആ ബോയ് ഫ്രണ്ടിന്റെ വീട്ടുകാർ സഹിക്കും, ഇവള് ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ 3-4 തവണ പറയുന്നുണ്ട്. അപ്പൊ ഇവരിൽ ആരോ ഒരാൾ പറയുന്നുണ്ട് തിരിച്ചു ചെല്ലുമ്പോൾ ബോയ് ഫ്രണ്ട് അങ്ങനെ ഉണ്ടാവുമോ, അങ്ങനെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇവരും കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ റെന ഫാത്തിമയും പൊട്ടിക്കരയാണ്. ഇവർ കളിയാക്കുന്നു, പൊട്ടിക്കരയാണ് ചെയ്തത്. അതായത് അവരുടെ ഗ്യാങ്ങിന്റെയും അഭിപ്രായം എന്തെന്നാൽ അവർ പറയുന്നത് ആദില നൂറയെ പറ്റി നെവിൻ വെറുതെ പറഞ്ഞതാണ്, തമാശയ്ക്ക് പറഞ്ഞതാണ്. അപ്പൊ അത് ഇത്രയും അവർ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് റെന ഫാത്തിമയുടെ ഇഷ്യൂ വരുന്നത്. അപ്പോൾ അതിൽ ഇവരെന്താണ്, റെനയ്ക്ക് അത് ഫീൽ ചെയ്തുവല്ലോ, അത്രത്തോളം ഓപ്പോസിഷനൊന്നും ഫേസ് ചെയ്യാതെ എന്ന് നമുക്ക് വിചാരിക്കാമല്ലോ. ഫാത്തിമയുടെ ഇഷ്യൂ വന്നപ്പോൾ ഇവരെല്ലാം പ്രതികരിച്ചത് കണ്ടതാണ്. അതായത് അതൊരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ടും അതെങ്ങനെ നമുക്ക് കാണാൻ പറ്റും. റെന ഫാത്തിമയ്ക്ക് അതെങ്ങനെ, ഇപ്പോൾ അവർ പറയുന്നത് ആദില നൂറയുടെ വിഷയത്തിൽ അവർ അത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ചു വന്നൊരു കപ്പിളാണല്ലേ. അപ്പൊ അവർക്ക് അത്രത്തോളം വിഷമം കാണും. ഒരാൾ ഇങ്ങനെ പറയും, അവർ തീർച്ചയായും ഒരാൾ ഇത്രയും വലിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ നിങ്ങളെ ഞാൻ പിരിക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് അത്രത്തോളം ഹേർട്ട് ആയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം അവർ അത്രത്തോളം പേഴ്സണലായിട്ട് എടുത്തത്. ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ കറക്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്ത് അത്രത്തോളം നെഗറ്റീവ് എനർജി അവരിലേക്ക് പകർന്നു നൽകുന്ന ഒരാൾ ആ ഹൗസിൽ വേണമെന്ന് അവർക്ക് തോന്നുന്നില്ല. കാരണം നെവിന് വീക്കെൻഡ് എപ്പിസോഡ്സിലൊക്കെ വരുമ്പോൾ നെവിനെ പറ്റി ഒരുപാട് ലാലേട്ടൻ പരാമർശിക്കാറുണ്ട്. ആ ഹൗസ് മേറ്റ്സിനിടയിൽ തന്നെ ഒരു ടോക്ക് ഉണ്ട്. അതായത് നെവിൻ എന്ന് പറയുന്ന
പുറത്തൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയാണെന്നുള്ളത്. അപ്പോൾ അവർക്കൊരു അവസരം വന്നു, അവരൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റിനെ പുറത്താക്കി. അവർക്ക് പേഴ്സണലായിട്ട് എടുത്ത് തന്നെ ആയിരിക്കണം അവർ ആ വിഷയം കൈകാര്യം ചെയ്തിരിക്കുക. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ പറയുന്നത് അത് അവരുടെ ഗെയിം ആണെന്ന്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതൊരു ഗെയിമായിട്ട് മാത്രമാണ് കാണേണ്ടത്. ഇതൊരിക്കലും പേഴ്സണലായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഹോട്ട്സ്റ്റാറിലെ കമന്റ് സെക്ഷനൊക്കെ നോക്കുമ്പോൾ വളരെ പേഴ്സണലായിട്ട് ഓരോ ആൾക്കാർ വ്യക്തിഹത്യ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ തീർച്ചയായും ഒരു ഗെയിമായിട്ട് മാത്രം ഇടും. ആദില നൂറ നെവിനോട് ചെയ്ത ഒരു വലിയ അപരാധമാണെങ്കിൽ റെന ഫാത്തിമ ഒനിയലിനോടും അനുവിനോടും ഒക്കെ ചെയ്യുന്നത് എന്താണ്? അക്ബറും ശരത്തും അനുവിനോട് ചെയ്യുന്നത് എന്താണ്? അവർ പറയുന്നത് അതൊരു പ്രൊവോക്കിംഗ് ഗെയിം ആണെന്നല്ലേ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നമ്മളെ ആ ഒരു ബിബി ഹൗസിൽ നിന്നും പലരും പ്രൊവോക്ക് ചെയ്യും. അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവരുടെ റിസൾട്ട് ആയിട്ട് വരുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക.